എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്നൊരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിതിന് മെയിനായിട്ട് ചാർക്കോളിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ വേണം. അത് നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ഈ മന്തി റൈസിന് വേണ്ടി ചിക്കൻ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം. നമ്മളത് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ അറബിക് സ്പൈസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ. 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി പെപ്പർ പൗഡർ, 1 ലൈമ്, സോൾട്ട് ആവശ്യത്തിന്. ഇത്രയും നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ, എങ്കിലേ മാരിനേഷൻ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി നമ്മൾ ഏകദേശം 3 കപ്പോളം ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെക്കണം. ഇനി നമ്മളൊരു പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് കോൺ ഓയിൽ ഒഴിക്കുക. നമ്മുടെ ചിക്കൻ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് സീർ ചെയ്തെടുക്കാം. നമുക്കിതിനു വേണ്ടി സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഉപയോഗിക്കാം, കോക്കനട്ട് ഓയിൽ വേണ്ട. 2 സൈഡ് നന്നായി സീർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് പ്രോസസ് ബൈ ഞാൻ പറഞ്ഞു തരാം. ഒരു സൈഡിൽ നല്ലൊരു കളറായി കഴിഞ്ഞാൽ ഇത് ടേൺ ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്യാനും മറക്കരുത്, ചിക്കൻ കുക്കാവണം. ഇത് നമ്മൾ ഫയർ സിമ്മറിൽ തന്നെ ഇട്ട് ചെയ്യണം. അപ്പോൾ ചിക്കൻ നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വീണ്ടും ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ക്യാപ്സിക്കം ഒനിയനും നന്നായിട്ട് കുക്കായി കിട്ടും. ഇതൊരു സൈഡിൽ കുക്കാകുമ്പോൾ നമുക്ക് മറ്റൊരു റേഞ്ചിൽ വേറൊരു പോട്ടിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്താണ് എടുക്കുന്നത്. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു, വെള്ളം തിളച്ചു. നമുക്കതിലേക്ക് ഇനി കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം. ഓൾ ഗരം മസാലാസ്, ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ബേ ലീഫ്, 1 ഡ്രൈ ലെമൺ, 3 സ്റ്റാർ നൈസ്, 4-5 പീസ് കാടമം, അതുപോലെ തന്നെ 2 ചെറിയ പീസ് സിനമൺ സ്റ്റിക്ക്. ഇത്ര ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂണോളം സോൾട്ട് കുറച്ച് കൂടി നിൽക്കണം, കാരണം റൈസ് കുക്കായി കിട്ടുമ്പോൾ സോൾട്ടിൻ്റെ അളവ് ലെവലായിരിക്കും. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഇതൊന്ന് ബോയിൽ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ്സോളം മതി നമ്മുടെ റൈസ് കുക്കാകാൻ. നമ്മുടെ റൈസ് 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് വെന്തു. ഇനി നമുക്ക് ഈ സ്ട്രെയിനറിൽ നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഇടണം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സവാളയും ക്യാപ്സിക്കൊക്കെ വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയും പുതിനയും, അതായത് മിൻറ്റും കൊറിയാണ്ടറും ചോപ്പ് ചെയ്തതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. സ്ട്രെയിനറിൽ കോരി നമുക്ക് റൈസ് ഇതേപോലെ ആഡ് ചെയ്യാം. റൈസ് മുഴുവൻ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ടർമറിക്കിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം, കുറച്ച് കളറിന് വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ചാർക്കോൾ കത്തിച്ച് ഇതിലേക്ക് വെക്കണം. ചാർക്കോൾ നല്ല സ്മോക്കിൽ തന്നെ വെക്കുക. ഇനി നമ്മളൊരു അലുമിനിയം ഫോയിൽ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യുക. നമ്മൾ ഈ ചാർക്കോളിലേക്ക് ഒരു ലേശം ഓയിലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മോക്കായിരിക്കും. അതിനുശേഷം നല്ല ടൈറ്റിൽ അലുമിനിയത്തിൽ കവർ ചെയ്യുക. അതിന് മുകളിൽ നമ്മുടെ ലിഡൂടെ വെക്കുക. ഇനി നമ്മളൊന്ന് ഫയർ ഹൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക. ഏകദേശം ഒരു 10 മിനിറ്റ് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം. പത്ത് മിനിറ്റ് ശേഷം നമുക്കിന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ റൈസ് ചാർക്കോൾ ഫ്ലേവറിൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി റൈസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നിങ്ങളെല്ലാം കണ്ടു. ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ ചട്നിയുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടെ ചേർത്ത് അടിപൊളിയായിട്ട് കഴിക്കാം. ടൊമാറ്റോ ചട്നിയുടെയും അറബിക് സ്പൈസിൻ്റെയും ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.